ഹലോ! ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന്. ഇത് കോമൺവെൽത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുറച്ച് പ്രോഗ്രാംസൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൻ്റെ ദിവസത്തിൽ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ ഒരു 5 മണിയായപ്പോൾ തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. രാവിലെ 10 മണിക്കാണ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ റെഡിയായിട്ട് ചിഞ്ചുവിൻ്റെ വീട്ടിലേക്ക് പോകണം. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും എത്തണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴാണ് പോയി സാരി ഉടുത്ത് പിന്നെ മേക്കപ്പൊക്കെ ചെയ്യണമല്ലോ. കുറച്ച് പേരൊക്കെ അവിടെ വന്ന് ചെയ്യും. പിന്നെ കുറച്ച് പേരൊക്കെ അവരവരുടെ വീട്ടിൽ നിന്നും ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറ്റാവുന്നവരെല്ലാവരും കൂടെ ഒന്നിച്ച് കൂടുന്നുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വിവാന് ഞാൻ കൊടുത്തപ്പോൾ അവൻ ഇപ്പോൾ വേണ്ടാത്തൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്തായാലും ഞാനും വശിക്കുട്ടിയും കഴിച്ചിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ ഞങ്ങളിപ്പോൾ ചിഞ്ചുവിൻ്റെ വീട്ടിലേക്ക് പോവാം. നല്ല വെയിലാണ് രാവിലെ തന്നെ, അടിപൊളി ക്ലൈമറ്റാണ്. ഏട്ടൻ പിന്നെ നമ്മളെ കൊണ്ടുപോയി ചിഞ്ചുവിൻ്റെ വീട്ടിൽ വിട്ടിട്ട് തിരിച്ച് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വിവാനെയും കൂട്ടിയിട്ട് നേരെ ഹാളിലേക്ക് പോകുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ചിഞ്ചു ഇവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഓരോരുത്തരായിട്ട് വന്ന് റെഡിയാവും. തുടങ്ങിക്കോ. ചിഞ്ചു ഇവിടെ റെഡി ആവുന്നതേ ഉള്ളൂ. വേറൊരു ഫ്രണ്ടും ഉണ്ട്, പുള്ളിക്കാരി റെഡിയാവുന്നു. അപ്പം ഞങ്ങൾ ഇനിയിപ്പം പോവാണ് സെറ്റാവാൻ. അപ്പോൾ വേഗം തന്നെ പോയി സാരിയൊക്കെ ഉടുത്തിട്ട് മുടിയൊക്കെ കെട്ടണം. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ഇതേപോലെ അങ്ങ് നിന്നാൽ മതിയായിരുന്നു. കാരണം ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ബസ്കിംഗ് ഉണ്ട് റിവർ സൈഡ് മ്യൂസിയത്തിൽ ഉച്ചയ്ക്ക് ശേഷം. അപ്പം ക്ലൈമറ്റ് ഇങ്ങനെ നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ജീനയും മോളും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ലൈറ്റായിട്ടൊന്ന് മേക്കപ്പ് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ ഓരോരുത്തർ വെയിറ്റിംഗാണ് സെറ്റും മുണ്ടും ഉടുക്കാൻ വേണ്ടി. അപ്പോൾ പക്ഷേ ആദ്യം തന്നെ നമ്മൾ സെറ്റും മുണ്ടും ഉടുപ്പിച്ചു. പിന്നെ ഞാൻ പൂവൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ചിഞ്ചുവാണ് എല്ലാവരെയും സെറ്റും മുണ്ടും ഉടുപ്പിക്കുന്ന ആൾ കേട്ടോ. അങ്ങനെ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു കല്യാണ ഫീലാണ് തോന്നിയത്. നമ്മൾ കല്യാണത്തിന് നാട്ടിലെല്ലാവരും കൂടെ കൂടുമ്പോൾ ഈ ഒരു വൈബ് ഉണ്ടാവുമല്ലോ. കാരണം ഇവിടെ നമുക്ക് അങ്ങനെ കല്യാണമൊന്നും കൂടാനുള്ള അവസരങ്ങളൊന്നും കിട്ടാറില്ലല്ലോ. അങ്ങനെ ഏകദേശം ഒരുക്കമൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേന് ചിഞ്ചു നോട്ട് ഇവിടെ ചിക്കൻ റോസ്റ്റും സ്റ്റൂവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അതൊക്കെ ബ്രെഡും കുട്ടി കഴിച്ചു. അപ്പോഴത്തേന് ഏട്ടനും വിശാന്തേട്ടനും ഒക്കെ അങ്ങോട്ട് വന്നിരുന്നു കേട്ടോ. കാറ്റുണ്ടോ നോക്ക്. ഞാൻ അതിനെ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിന് ക്ലച്ച് ഉണ്ടോ? ഇതിന് ബ്രേക്ക് ഉണ്ടോ? അങ്ങനെ എന്നെ കളിയാക്കലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നമ്മളെല്ലാവരും കൂടെ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു മനസ്സമാധാനം കിട്ടും. എല്ലാം നന്നായിട്ട് നടക്കണേ. കാരണം നമ്മൾ കുറേ ദിവസത്തെ നമ്മുടെ ഒരു ആഗ്രഹത്തിൻ്റെ ഒരു എൻഡ് റിസൾട്ടാണല്ലോ കാണാൻ പോണത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ആകാംക്ഷയും ഒരു ടെൻഷനും എല്ലാം ഉണ്ട് കേട്ടോ. കുറേ പേരൊക്കെ നേരെ ഹാളിലേക്ക് പോയിട്ടുണ്ട്. നമ്മളിനി ഇവിടുന്ന് എല്ലാവരും കൂടി ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണം. പിന്നെ നമ്മൾ കാറിൽ കയറി കഴിഞ്ഞാൽ ഫോട്ടോ എടുപ്പ്, വീഡിയോ എടുപ്പ് ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ പരിപാടി. പിന്നെ ഞങ്ങളെ ട്രോളാൻ പിന്നെ നമ്മൾ മാത്രം മതി. നമ്മളിങ്ങനെ കളിയാക്കിക്കൊണ്ടാണ് പോകുന്നത്. ചിഞ്ചുവിൻ്റെ കയ്യിലെ പെട്ടിയൊക്കെ കണ്ടിട്ട് പ്രൊഫഷണലായിട്ടുള്ള ഡാൻസേഴ്സിനെ പോലെയൊക്കെയാണ് നമ്മൾ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാവരും കൂടെ കളിയാക്കുന്നത്. അങ്ങനെ നമ്മൾ ഹാളിലെത്തി. അപ്പോൾ കുറച്ച് പേരൊക്കെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ആണുങ്ങളൊക്കെ വന്നിട്ട് നേരത്തെ തന്നെ വന്ന് വർക്ക്ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല പണിയുണ്ട് ഇനി. കാരണം ഇനിയും വേണം ഫുള്ള് വർക്ക്ഷോപ്പിൻ്റെ എല്ലാ ഐറ്റംസും ഡിസ്പ്ലേ ചെയ്യാൻ. ഞങ്ങൾ ആദ്യം വേറൊരു ഹാളിൽ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏകദേശം ഐഡിയ ഉണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ഓരോ ഹാളിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ മാറ്റങ്ങൾ വരുമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ പ്രോഗ്രാമിൻ്റെ പുറകിൽ അത്യാവശ്യം നല്ല എഫേർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. കാണുന്ന അത്ര ഈസി അല്ല. കുറേ മാസങ്ങളുടെ പ്ലാനിങ്ങും പിന്നെ എല്ലാ ദിവസവും എല്ലാ ദിവസവും എന്ന് വെച്ചാൽ ആഴ്ചയിൽ 3-4 ദിവസം നമുക്ക് തിരുവാതിര പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് വർക്ക്ഷോപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടാണ് ഇതൊന്ന് ഫൈനലായിട്ട് ഈ ഒരു രൂപത്തിലെത്തിക്കുന്നത്. പിന്നെ സാധനങ്ങളായാലും പിന്നെ നമ്മുടെ സാരി, ഓർണമെൻറ്റ്സ്, ബ്ലൗസ് എല്ലാം നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തും ഒക്കെ വരുത്തിക്കുമായിരുന്നു. പിന്നെ നമ്മുടെ പ്രോഗ്രാമൊക്കെ ഏകദേശം സ്റ്റാർട്ട് ആവാറായി. ആദ്യം തന്നെ ഇവർ രണ്ടുപേരും ചെറിയൊരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പ്രൊജക്ടറിൽ നമ്മുടെ നാടിൻ്റെ ഒരു വീഡിയോ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, അതിട്ടു. പിന്നെ എല്ലാവർക്കും വർക്ക്ഷോപ്പിൽ പോയിട്ട് നമ്മുടെ സാധനങ്ങളും നമ്മുടെ തനതായ നമ്മുടെ എന്താ പറയുക ട്രഡീഷണൽ കുക്ക് വെയർസും കാര്യങ്ങളും ഒക്കെ കാണാനുള്ള അവസരം. പിന്നെ പിള്ളേരെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാത്തിനെക്കുറിച്ചും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഈ സാധനങ്ങൾ പലതും അവർ കണ്ടിട്ടുള്ളതൊന്നുമല്ല. പിന്നെ ഞങ്ങളുടെ മെയിൻ ഒരു ഹൈലൈറ്റ് ആയിരുന്നു സാരി ഡ്രേപ്പിങ്. സാരി നമ്മൾ കളർഫുൾ സാരിയും വെച്ചിട്ടുണ്ടായിരുന്നു, സെറ്റും മുണ്ടും വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും സെറ്റും മുണ്ടും ഉടുക്കാനായിരുന്നു താല്പര്യം കേട്ടോ. കാരണം നമ്മൾ ആ ഒരു കോസ്റ്റ്യൂമിലാണല്ലോ നിൽക്കുന്നത്. അത് കാണുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണല്ലോ. പിന്നെ പൂവൊക്കെ വെക്കാനും ഓർണമെൻറ്റ്സ് ഒക്കെ ഇടാനും എല്ലാവർക്കും നല്ല താല്പര്യമാണ്. കാരണം എല്ലാ നാട്ടിലും ഇങ്ങനെ ഓർണമെൻറ്റ്സും പൂവൊന്നും വെക്കാറൊന്നും ഇല്ലല്ലോ.
പിന്നെ അതിനുശേഷം പോയിട്ട് ഫോട്ടോ ബൂത്തിൽ പോയി ഫോട്ടോ എടുക്കാം. അങ്ങനെ തിരുവാതിര കളിയോടുകൂടി ഇവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നാണ് നമ്മൾ 16 പേരും കൂടെ ഒന്നിച്ച് പെർഫോം ചെയ്യുന്നത്. ബാക്കി എല്ലായിടത്തും നമുക്ക് 1ഉം 2ഉം പേരുടെ ഒക്കെ കുറവുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഇനിയിപ്പോൾ റിവർ സൈഡ് മ്യൂസിയത്തിലേക്ക് പോകണം. അവിടെയാണ് നമുക്ക് ബസ്കിംഗ് ഉള്ളത്. അപ്പം നമ്മൾ അതിന് മുമ്പായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം. ഏകദേശം ഉച്ച സമയം നമുക്ക് 3 മണിക്കാണ് റിവർ സൈഡ് മ്യൂസിയത്തിൽ പ്രോഗ്രാം ഉള്ളത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഇപ്പോൾ ഒരു പാർക്കിൽ വന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് പേര് കോസ്കോയിൽ പോയിട്ട് സാൻഡ്വിച്ചും റോളും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ട്. അതാണ് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്നത്. കാരണം റെസ്റ്റോറൻറ്റിലൊന്നും പോയി കഴിക്കാനുള്ള സമയം നമുക്കുണ്ടായിരുന്നില്ല. പിന്നെ ഇത്രയും പേരും കൂടെ പോവണ്ടേ. പിന്നെ നമ്മൾ ഈ സാരിയൊക്കെ ഉടുത്ത് നിൽക്കുന്നത് കാണുമ്പോൾ പാർക്കിലുള്ള ആൾക്കാരൊക്കെ വന്ന് ചോദിച്ച് എന്താണ്, എന്ത് പ്രോഗ്രാമാണ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ പേരൊക്കെ റിവർ സൈഡ് മ്യൂസിയത്തിലേക്ക് കാണാൻ വരാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴത്തേനും നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം കഴിക്കുക. ഇതാകുമ്പോൾ വലിയ ഹെവി ആയിട്ട് തോന്നുകയില്ല. കാരണം ഇത് കഴിച്ചിട്ട് വീണ്ടും നമ്മൾ ഡാൻസ് ആണല്ലോ കളിക്കാൻ പോണേ. ഒരുപാട് കഴിച്ചെങ്കിൽ പിന്നെ കളിക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ പിന്നെ അവിടുന്ന് നമ്മൾ നേരെ മ്യൂസിയത്തിലേക്ക് പോയി. അങ്ങനെ നമ്മൾ കുറച്ച് പേരൊക്കെ ആദ്യം തന്നെ എത്തി കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ പുറകെ വരുന്നതേ ഉള്ളൂ. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു കാലൊക്കെ പൊള്ളുമെന്ന്. കാരണം നമ്മൾ ചെരുപ്പൊന്നും ഇടാതാണല്ലോ ഡാൻസ് കളിക്കുന്നത്. അപ്പോഴാണ് അവിടുന്ന് അവർ വിളിച്ചത് ഉള്ളിലേക്ക് വരാൻ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അനൗൺസ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ അതിനെപ്പറ്റിയുള്ള സംസാരമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ചേർന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു. Good afternoon, everyone. I hope you all are having a great time. Kerala, on the southwestern coast of India, is known as God's own country, a land of breathtaking beauty, vibrant culture, and timeless traditions. One of its most beloved traditions is Tiruvadirakali, a graceful group of dance where women move in a circle, singing and clapping in a perfect harmony, celebrating togetherness and the spirit of Kerala. അങ്ങനെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ രാവിലെ തൊട്ട് റെഡിയായി നിൽക്കുകയാണല്ലോ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം വന്ന് ഡിന്നറൊക്കെ ഉണ്ടാക്കി കഴിച്ചപ്പോഴത്തേന് ആകെ ടയേർഡായി. അങ്ങനെ നെക്സ്റ്റ് ഡേയിൽ നമുക്ക് റിവർ സൈഡ് മ്യൂസിയത്തിൽ പെർഫോം ചെയ്യാനൊരു അവസരം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് 3 മണിക്കാണ് ഇന്നത്തെ പ്രോഗ്രാം. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ പാതി റെഡി ആയിട്ടാണ് ഇന്ന് ചിഞ്ചുവിൻ്റെ വീട്ടിലേക്ക് പോയത് കേട്ടോ. സാരിയൊക്കെ ഉടുത്തിട്ട്. പിന്നെ അവിടെ പോയിട്ട് മേക്കപ്പും പിന്നെ മുടിയൊക്കെ കെട്ടിയത്. ഇന്ന് നമ്മൾ എല്ലാവരും ഡിഫറെൻറ്റ് കളർ ബ്ലൗസൊക്കെയാണ് ഇട്ടത്. ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് നല്ല അടിപൊളി വെയിലായിരുന്നു കേട്ടോ. നമ്മൾ കളിക്കുന്ന 2 ദിവസവും നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. മഴയൊക്കെ ആയിരുന്നെങ്കിൽ പെട്ടുപോയേനെ. ചിലപ്പോൾ മഴയായിരുന്നെങ്കിൽ ചിലപ്പോൾ അകത്ത് അവർ സ്ഥലം ഒരുക്കി തന്നേനെന്ന് തോന്നും. അങ്ങനെ നമ്മൾ എന്താ പറയുക, നമ്മുടെ ഡാൻസൊക്കെ കഴിഞ്ഞു. നമ്മൾ തലേദിവസം കളിച്ച അതേ ഡാൻസ് തന്നെയാണ് കേട്ടോ ഇന്നും കളിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കാത്തത്. അങ്ങനെ നമ്മുടെ ഡാൻസ് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ ഒരു ചെറിയൊരു ഹാള് പോലെ അവർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് പോയി റെസ്റ്റൊക്കെ എടുക്കാൻ വേണ്ടി. അങ്ങനെ ഇന്നത്തോടു കൂടി ഞങ്ങളുടെ എല്ലാ പ്രോഗ്രാംസും കഴിഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ എന്താ പറയുക, എല്ലാവരും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത് എന്താ പ്രോഗ്രാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. നമ്മളിങ്ങനെ എന്താ പറയുക, പോകാനുള്ള ഇൻട്രസ്റ്റും ഒരുങ്ങാനുള്ള ഇൻട്രസ്റ്റും കളിക്കാനുള്ള ഒരു ആഗ്രഹത്തിൻ്റെ ഒക്കെ പുറത്ത് ഈ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ ക്ഷീണമൊന്നും അറിയില്ല. പക്ഷേ പ്രോഗ്രാം തീരുന്നതിൻ്റെ അപ്പം തൊട്ട് നമുക്ക് ക്ഷീണം തുടങ്ങും. പിന്നെ നമുക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് അഴിച്ച് കളഞ്ഞാൽ മതിയെന്ന് തോന്നും. കാരണം മുടിക്കൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അങ്ങനെ അതൊക്കെ റിമൂവ് ചെയ്ത് പിന്നെ വന്ന് മേക്കപ്പ് എല്ലാം ഫുള്ള് റിമൂവ് ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ ഒരു കുളിയും കൂടെ പാസ്സാക്കണം. അപ്പോഴത്തേനും ചേട്ടൻ ഒരു മാംഗോ ഒക്കെ കട്ട് ചെയ്തുകൊണ്ട് തരുന്നുണ്ട് കേട്ടോ. കഴിച്ചപ്പോൾ ഒരു ആശ്വാസം കിട്ടി.